എന്റെ ചേച്ചി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് അഡൽട്ട് ആണ്. ചേച്ചി LKG UKG കിടിലന്മാർക്ക്, 1ാം ക്ലാസ്സിൽ കിടിലന്മാർക്ക്, 4ാം ക്ലാസ്സിൽ കിടിലന്മാർക്ക്, 10ാം ക്ലാസ്സിൽ ഫുൾ A+, അത് കഴിഞ്ഞ് +1 എടുക്കത്ത മാർക്ക്, +2 ഫുൾ A+, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് റാങ്ക്, എഞ്ചിനീയറിംഗിന് 8.5+ CGPA, അത് കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ജോലി, അത് കഴിഞ്ഞ് ജോലി മാറുന്നു, അത് കഴിഞ്ഞ് കല്യാണം, 2 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടി. അങ്ങനെ പെർഫെക്റ്റ്ലി അലൈൻഡ് അഡൽട്ട് ആണ്. ഞങ്ങളുടെ എല്ലാ കസിൻസിൻ്റെ ഇടയിലും ചേച്ചിയാണ് ഏറ്റവും മൂത്തത്. അതുകൊണ്ട് ഓൾ ഓഫ് us ഹേറ്റ് ഹർ. കാരണം ചേച്ചി ഒരു പെർഫെക്റ്റ് ടൈം ലൈനാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം എൻ്റെ ഈ പെർഫെക്റ്റ് ചേച്ചി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ KCB ക്വാർട്ടേഴ്സ് നോക്കി കല്ലെറിയാണ്. അപ്പം എൻ്റെ ചേച്ചിക്ക് ഡൗട്ടായി, ഇതെന്ത് സംഭവം? ചേച്ചി ചോദിച്ചു ഇതെന്താണ് സാധനം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബോൾ ആ സൺഷെയ്ഡിന്റെ മുകളിൽ പോയി സ്റ്റക്കായി. അപ്പൊ ആ സൺഷെയ്ഡിന് പാരലായിട്ട് ഒരു മതിലുണ്ട്. ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഈ മതിലിന്റെ മുകളിൽ കയറി നിന്ന് കല്ലെടുത്ത് ഈ ബോളിലേക്ക് എറിയും. അപ്പൊ ബോളിന്റെ ഒരു സൈഡിൽ കൊള്ളുമ്പോൾ ബോൾ മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യും. ബേസിക് ക്യാരംസ് ലോജിക്. ഒരു കോർണറിൽ കൊള്ളുമ്പോൾ കോയിൻ വേറെ സൈഡിലേക്ക് മൂവ് ചെയ്യും. ചേച്ചി പറഞ്ഞു പോടാ മണ്ടൻ ഐഡിയ, ഇതൊന്നും നടക്കാൻ പോണില്ല. ഞാനൊരു കല്ലെടുത്ത് എറിഞ്ഞു, കറക്റ്റ് ബോളിന്റെ ഒരു സൈഡിൽ കൊണ്ട് ബോൾ മറ്റേ സൈഡിലേക്ക് നീങ്ങി. ചേച്ചി പറഞ്ഞു ടെറിഫിക് ഐഡിയ, എനിക്കും ഇത് ട്രൈ ചെയ്യണം. ചേച്ചി മതിലിന്റെ പുറത്ത് കയറി നിന്നും ഒരു വമ്പം പാറക്കല്ലെടുത്തു. ദ്രോണാചാര്യർ അർജുനനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് കാണുന്നത്? ചേച്ചി പറഞ്ഞു സ്റ്റംബർ ബോളിന്റെ എസ്. ഞാൻ പറഞ്ഞു കറക്റ്റ്. ഇലകൾക്ക് ഇടയിലൂടെ ആ സ്റ്റംബർ ബോളിന്റെ SC കൊള്ളണം എറിഞ്ഞു. ചേച്ചി കല്ലെടുത്തെറിഞ്ഞു. പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻസ് മൊത്തം അരച്ച് കലക്കി കുടിച്ച ചേച്ചിക്ക് ചെറുതായിട്ട് ആംഗിൾ ഒന്ന് തെറ്റി. 45 ഡിഗ്രിക്ക് പകരം ചേച്ചി ചെറുതായിട്ട് ആംഗിൾ കൂട്ടി എറിഞ്ഞു. പാറക്കല്ല് പറന്നു പോയി സൺഷെയ്ഡിന്റെ തൊട്ട് താഴെയുള്ള ജനലയിൽ ചെന്ന് ഒറ്റയിടി മൊത്തം ജനലയും താഴെ വീണു. ചേച്ചി ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഫുൾ സ്റ്റക്കായിട്ട് നിന്നു. ചേച്ചിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരാൻ തുടങ്ങി. ചേച്ചി ഓടി വീടിന്റെ അകത്തേക്ക് പോയി. ഞാൻ ആദ്യമായി ചേച്ചിക്കൊരു അബദ്ധം പറ്റിയല്ലോ. ശരിക്കും ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ ഇരുന്നു. ഞാൻ പോയി അവിടെ വീഴാതിരുന്ന കുറച്ച് കുപ്പിച്ചെല്ലും കൂടെ തട്ടി താഴെ ഇട്ടു. കയ്യിലൊക്കെ കുറച്ച് ചോരയാക്കി. ചോര ഒലിപ്പിക്കുന്ന കൈയുമായി ഞാൻ എൻ്റെ അപ്പച്ചന് വേണ്ടി വെയിറ്റ് ചെയ്തു. എൻ്റെ അപ്പച്ചൻ്റെ സിൽവർ കളർ മാരുതി 800 കാർ ക്വാർട്ടേഴ്സിന്റെ ഗേറ്റ് കടന്ന് വന്നു. ഞാൻ ചോര ഒലിപ്പിക്കുന്ന കൈയുമായി കാറ് പോസ് ചെയ്ത് പറഞ്ഞു ചേച്ചി ഒപ്പിച്ച പണിയാ കൊടുത്തു. അപ്പച്ചൻ കൊണ്ട് കാറ് നിർത്തി അകത്തേക്ക് കയറിപ്പോയി. സൗണ്ട് ഒന്നും കേൾക്കാനില്ല. ഞാൻ വീണ്ടും അകത്തേക്ക് കയറിയപ്പോൾ നീയാണല്ലേടാ ഈ മണ്ടൻ ഐഡിയ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കടി.